സീറോ മലബാർ സഭയിൽ 2021 നവംബർ 28 മുതൽ നാളിതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ നവീകരിച്ച പുസ്തകത്തിന്റെ ആധികാരികതയെക്കുറിച്ച് ആക്ഷേപമുന്നയിച്ചുകൊണ്ട് ചില സാമൂഹിക മാധ്യമ വിവരണങ്ങൾ രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ വ്യക്തത വരുത്തി സീറോ മലബാർ മീഡിയ കമ്മീഷൻ. ഇതുവഴി സാധാരണ വിശ്വാസികളിൽ ഉണ്ടായേക്കാവുന്ന ആശയക്കുഴപ്പം കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ് കുറിപ്പ് നൽകുന്നതെന്നും മീഡിയ കമ്മീഷൻ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റിൽ വ്യക്തമാക്കി. പോസ്റ്റിന്റെ വിശദാംശങ്ങളിലേക്ക്. നിയതമായ സഭാ സംവിധാനങ്ങൾക്ക് മുകളിൽ സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ട് എല്ലാറ്റിനെയും വെല്ലുവിളിക്കുന്നവർക്കുള്ള മറുപടിയോ വിശദീകരണമോ അല്ല ഈ കുറിപ്പെന്ന് ആദ്യമേ വ്യക്തമാക്കുന്നു. വിശുദ്ധ കുർബാനയുടെ തക്സ നവീകരണം ആരംഭിക്കുന്നത് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കിയ 2021 ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്. നവീകരണ പ്രക്രിയ പൂർത്തിയാക്കിയ തക്സ സീറോ മലബാർ മെത്രാൻ സിനഡ് അംഗീകരിക്കുകയും പരിശുദ്ധ സിംഹാസനത്തിന് മുൻകൂട്ടിയുള്ള പരിശോധനയ്ക്ക് വേണ്ടി 2020 ജൂലൈ 10 പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിൽ സമർപ്പിച്ച കുർബാന തക്സ കൈപ്പറ്റിയ കാര്യം അറിയിച്ചുകൊണ്ട് 2020 നവംബർ 9 പ്രിഫെക്ട് കർദിനാൾ ലിയനാർഡോ സാദ്രി എഴുതിയ കത്തിൽ കർമ്മവിധികൾ പുതിയ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണമെന്ന് നിർദ്ദേശിച്ചു. 2021 ജൂലൈ 3 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയും ഏകീകൃത രീതിയിലുള്ള കുർബാനക്രമം നടപ്പിലാക്കാൻ സഭ മുഴുവനോടും നിർദ്ദേശിച്ചു. ഈ സാഹചര്യത്തിലാണ് 2021 ഓഗസ്റ്റ് മാസത്തിൽ പൗരസ്ത്യ തിരുസംഘത്തിന്റെ അനുവാദപ്രകാരം ഓൺലൈനായി ചേർന്ന മെത്രാന്മാരുടെ 29ാമത് സിനഡിന്റെ 2ാം സമ്മേളനം 1999 തീരുമാനിച്ച ഏകീകൃത വിശുദ്ധ കുർബാനയർപ്പണ രീതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനപ്രകാരം സഭയിൽ മുഴുവനും നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഈ സിനഡ് സമ്മേളനത്തിൽ തന്നെയാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെയും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അതേ കാര്യാലയം അംഗീകാരം നൽകിയ പുസ്തകത്തിന്റെ ആരംഭത്തിലുള്ള പൊതുനിർദ്ദേശങ്ങളിലും പുസ്തകത്തിന്റെ ഉള്ളിലും കർമ്മവിധികൾ എഴുതി ചേർത്തത്. തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ് പുതിയ കുർബാനാക്രമം നടപ്പിലാക്കിയതായുള്ള കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. പൗരസ്ത്യ കാനോൻ നിയമം 687/1 പ്രകാരം പരിശുദ്ധ സിംഹാസനത്തിന് മുൻകൂട്ടിയുള്ള പരിശോധനയ്ക്ക് ശേഷം ആരാധനാക്രമ പുസ്തകങ്ങൾ നവീകരിക്കാനുള്ള അവകാശം മെത്രാന്മാരുടെ അംഗീകാരത്തോടുകൂടി മേജർ ആർച്ച് ബിഷപ്പിൽ നിക്ഷിപ്തമാണ്. അതിനാൽ പൂർണ്ണമായും നിയമവിധേയമായ രീതിയിലാണ് വിശുദ്ധ കുർബാനയുടെ നവീകരണവും അത് നടപ്പിലാക്കാനുള്ള തീരുമാനവും നിലവിൽ വന്നത്. യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെ അടിസ്ഥാനരഹിതമായും തെറ്റിദ്ധാരണാജനകമായും നുണകൾ പ്രചരിപ്പിക്കുന്നവർ സഭയുടെ ഉന്നത സംവിധാനമായ മേജർ ആർച്ച് ബിഷപ്പിനെയും മെത്രാൻ സിനഡിനെയും അംഗീകരിക്കുന്നില്ല എന്നാണ് അനുമാനിക്കേണ്ടതെന്നും സീറോ മലബാർ മീഡിയ കമ്മീഷൻ കുറിച്ചു. തങ്ങളുടെ അനുസരണക്കേടിനെ ന്യായീകരിക്കാൻ സംവിധാനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന തരത്തിൽ ചിലർ പ്രചരിപ്പിക്കുന്നതിന്റെ തുടർച്ചയായ ഇത്തരം നുണപ്രചാരണങ്ങളെയും കാണാൻ സാധിക്കുകയുള്ളൂവെന്നും ഇത് തിരിച്ചറിയാനുള്ള സഭാബോധം വിശ്വാസികൾക്കും പൊതുസമൂഹത്തിനുമുണ്ടെന്ന് ഇത്തരക്കാർ മനസ്സിലാക്കട്ടെയെന്നും മീഡിയ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. ചോയ്സ് ഡെസ്ക് ഷിക്കേന ന്യൂസ്.